അടുപ്പ് സെറ്റാക്കാനൊന്നുമില്ല, സെറ്റായി. എന്തായാലും നമ്മുടെ എഗ്ഗ് നല്ല സെറ്റപ്പ് ആയിട്ടോ. നമ്മളെ കട്ടൻ കാപ്പി റെഡിയായി, മുട്ട റെഡിയായി. ഇനിയിപ്പോൾ നൂഡിൽസ് വേണോന്നുള്ളതാണ്. ഒമ്പതേകാലായിട്ടുള്ളൂ, കുഴപ്പമില്ല. എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് കിടന്നുറങ്ങാം, അത്രയേ ഉള്ളൂ. അപ്പം എല്ലാം പറഞ്ഞ പോലെ ഓക്കെ, ഗുഡ് നൈറ്റ്. രാവിലെ കാണാട്ടാ. രാത്രി മഴയൊന്നും പെയ്തില്ല, അതുകൊണ്ട് പിന്നെ സുഖമായിട്ട് കിടന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്ത് ഫോൾട്ട് ഉണ്ടെങ്കിലും, ഫോൾട്ടുകൾ ഒരുപാടുണ്ടാവും, നമ്മൾ തുടക്കക്കാരനാണല്ലോ. അപ്പോൾ എന്ത് ഫോൾട്ട് ഉണ്ടെങ്കിലും നമ്മളോട് പറയുക കേട്ടോ. അപ്പോൾ അത് നമുക്ക് തിരുത്താനും അത്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മളിന്ന് വന്നിരിക്കുന്ന അടിപൊളി ഒരു സ്ഥലത്താണ്. ഇതേ കണ്ട, പാറക്കുളം വിട്ടിട്ടുള്ള ഒരു കളിയില്ല നമ്മൾ. നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അത് വേറെ അതൊക്കെ കുറേ ടൂറിസ്റ്റുകളുടെ വണ്ടികളൊക്കെ ഉണ്ട്. നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ വച്ചിട്ടുണ്ട്. നല്ലൊരു മഴക്കോളുണ്ട് കേട്ടോ. അടിപൊളി ഒരു മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് ആദ്യം നമുക്ക് ടെൻ്റ് അടിക്കാനുള്ള സ്ഥലം ഒന്ന് തപ്പണം. അതൊന്ന് ആ ഭാഗത്ത് മേൽഭാഗത്ത് പറ്റില്ല. എന്താ വെച്ചാൽ ഭയങ്കര ഇടിമിന്നലൊക്കെ ഉണ്ടായതുകൊണ്ട് ഇന്നലെ മുതൽ നല്ല മഴയാണ്. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ഇങ്ങനെ കുറേശ്ശെ മഴയുണ്ട്, പക്ഷേ നല്ല ഇടിമിന്നലും ഇടിയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും നോക്കാം നമുക്ക്. എന്തായാലും നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. മഴ പെയ്താൽ ചെറിയൊരു താർപ്പായി എടുത്തിട്ടുണ്ട്, പിന്നെ ടെൻ്റ് ഉണ്ട്, ലൈറ്റ് സെറ്റപ്പ് എല്ലാം ഉണ്ട്. എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് കയറി നോക്കാം കേട്ടോ. ഏതെങ്കിലും നമുക്ക് പറ്റിയൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നല്ലൊരു, വേറെ പ്രത്യേകിച്ച് ശല്യങ്ങളൊന്നുമില്ല, ഒരു സൈലൻ്റ് ഏരിയ കേട്ടോ. എന്തായാലും നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഇതുണ്ടോ, ഇവിടെ ഒരു കുളം, ഫുള്ള് സൈലൻ്റ് തന്നെയാണ് കേട്ടോ, വേറെ ശല്യങ്ങളൊന്നുമില്ല. എന്തായാലും നോക്കി നോക്കാം. ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഏരിയ ആണ് കേട്ടോ. പക്ഷെ ഇപ്പോൾ ഇവിടെ ആരുമില്ല. കുറച്ചുകൂടി അങ്ങോട്ട് പോയാലാണ് ചെറിയൊരു വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട്. ഇതിങ്ങനെ പോയാൽ എൻ്റെ ഒരു പാറ കേട്ടോ. നോക്ക്, ആ പാറ പൊട്ടിച്ചിരിക്കണത്, പൊട്ടിച്ച് വലിയൊരു കുഴി കേട്ടോ. നല്ല സെറ്റപ്പ് ഏരിയ കേട്ടോ നമ്മുടെ സ്ഥലം. പക്ഷെ ടെൻ്റ് അടിക്കാനേ കല്ലായത് കൊണ്ടുള്ളൊരു ചെറിയ പ്രശ്നമുണ്ട്. കല്ലായത് കൊണ്ട് ടെൻ്റ് അടിക്കാൻ ചെറിയൊരു പാടുണ്ട്. എന്തായാലും നോക്കാം. നോക്ക്, ആ സൈഡ് നോക്ക്. ഒയ്യോ, എന്താ അതൊരു വേറൊരു ഒക്കെ പാറ പൊട്ടിച്ച സ്ഥലം തന്നെ കേട്ടോ. ഇപ്പോഴല്ല, പണ്ട്. ഇപ്പോൾ പാറയൊന്നും പൊട്ടിക്കുന്നില്ല. ഒരു കയറൊക്കെ തൂങ്ങി കിടക്കുന്നുണ്ട്, പണ്ടത്തെയാണ്. ഉണ്ടോ, വളരെ വിശാലമായൊരു സ്ഥലം, ആരുമില്ല. നമുക്ക് ഇതിൻ്റെ മേൽഭാഗത്തോട്ടൊക്കെ ഈസി ആയിട്ട് കയറാം. പക്ഷേ നമുക്കിപ്പോൾ മേൽഭാഗത്ത് ടെൻ്റ് അടിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഒന്നാമത് ഇടിമിന്നലും ഇടിയൊക്കെ ആയതുകൊണ്ടേ നമ്മൾ ഹൈറ്റിലുണ്ടായതുകൊണ്ട് ചിലപ്പോൾ ചാടി അങ്ങ് പിടിക്കും. ചാടി പിടിച്ചാൽ തീരും. അതുപോലെ നമുക്ക് താഴെ ഒരു സ്ഥലം നോക്കാം. ഇത് ഭയങ്കര സൈലൻ്റ് ആട്ടോ. ആരുമില്ല, നമ്മൾ ഒറ്റയ്ക്കുള്ളൂ കേട്ടോ. എന്തായാലും നമുക്ക് ടെൻ്റ് അടിക്കാനേ ഒരു സ്ഥലം നോക്കണം. എന്താ വെച്ചാൽ നല്ല മഴക്കോളുണ്ട്. ആ ഭാഗത്തൊക്കെ തെളിഞ്ഞു, പക്ഷെ ആ ഭാഗത്തോട്ടൊക്കെ നല്ല മഴക്കോളുണ്ട് കേട്ടോ. ചിലപ്പോൾ പടപടാന്ന് പെട്ടെന്നൊരു മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. നോക്ക്, എന്തൊരു ഹൈറ്റിലാണ് ഇത്. നോക്ക്, ഇതുണ്ട്. ഇതും അതുപോലൊരു കുഴിയാണ്. മഴക്കാലത്ത് ഇവിടെയൊക്കെ വെള്ളം നിൽക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ വെള്ളമൊന്നുമില്ല. ഉണ്ടോ, ഇതിൻ്റെ ഹൈറ്റ് നോക്ക്. എൻ്റെ മോനെ, എന്തായാലും നമ്മൾ കണ്ടുപിടിച്ച സ്ഥലം നല്ല സ്ഥലം കേട്ടോ. നോക്ക്, എന്തൊരു ഭംഗിയാണ് നോക്ക്. ഇനി നമുക്ക് ആ വെള്ളം കണ്ടില്ലേ, ആ വെള്ളം കണ്ട് ആ സ്ഥലത്തൊന്ന് നോക്കി നോക്കാം. പിന്നെ ചെറിയൊരു ഗ്യാപ്പ് മതിയല്ലോ, അവിടെ ടെൻ്റ് അടിക്കാൻ പറ്റുമോ നോക്കാം. എന്തായാലും ഈ ഭാഗത്ത് എവിടെയെങ്കിലും ടെൻ്റ് അടിച്ചാലോ എന്ന് ആലോചിക്കുന്നു. ഇവിടെയും കല്ലാണ്, പക്ഷേ കല്ലില്ലാത്തൊരു സ്ഥലം ഇല്ല ഇവിടെ എല്ലായിടത്തും കല്ല്. പണ്ട് പാറ പൊട്ടിച്ചോട്ടെ അതിങ്ങനെ തെറിച്ച് അതിൻ്റെ കഷ്ണങ്ങളായിട്ട്. പക്ഷെ ടെൻ്റ് അടിക്കുമ്പോൾ കിടക്കാനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. എന്തായാലും നമുക്ക് ആ സൈഡിൽ എവിടെയെങ്കിലും ആ ഭാഗത്ത് ചെയ്യാൻ തോന്നുന്നുണ്ട് അല്ലേ. ആ ഭാഗത്ത് ഞാനെന്തായാലും ആ സൈഡിൽ ടെൻ്റ് അടിക്കാനുള്ള പരിപാടി നോക്കാം കേട്ടോ. നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാം.
നമ്മുടെ ടെൻറ്റ് ഏകദേശമൊക്കെ സെറ്റായി. പിന്നെ കല്ലുണ്ട്, കല്ലിൻ്റെ പ്രശ്നമുണ്ട്. പക്ഷെ അതൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ കിടക്കേണ്ടി വരും. കുഴപ്പമില്ല. എന്താ വെച്ചാൽ ഈ ഏരിയയിലെല്ലാം കല്ല, ഈ പാറ പൊട്ടിച്ച കോറി ആയതുകൊണ്ടേ എങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. ദേ നല്ല കാറ്റുണ്ട് കേട്ടോ, ആ സൈഡിൽ നിന്ന് നല്ല കാറ്റ് വരുന്നുണ്ട്. പിന്നെ ആ മഴക്കോളൊക്കെ അങ്ങ് പോയി തോന്നുന്നുണ്ട് കേട്ടോ. ഇപ്പം ഒന്ന് തെളിഞ്ഞു, മൊത്തത്തിലൊന്ന് തെളിഞ്ഞു. വേണ്ട, നല്ല തണുത്ത കാറ്റും വരുന്നുണ്ട്. എന്തായാലും അടിപൊളിയായിരിക്കും. നമുക്കിനി കുറച്ച് വിറക് സെറ്റാക്കണം. പക്ഷേ വിറക് കിട്ടാൻ നല്ല പാടാണ്. ഇതുണ്ട്, മൊത്തം പാറയല്ലേ. എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും സെറ്റാക്കി നമുക്ക് ഇനി കട്ടൻ കാപ്പി വെച്ച് കുടിക്കണം. നമ്മുടെ പതിവ് പോലെ കട്ടൻ കാപ്പി കുടിച്ചില്ലെങ്കിൽ നമുക്കാകെ ഇടങ്ങാറാവും. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് കട്ടൻ കാപ്പി ഉണ്ടാക്കി കുടിക്കേ. ഞാനതൊന്ന് എടുത്ത് സെറ്റാക്കട്ടെ കേട്ടോ. എല്ലാം ബാഗിലാണ്. മഴ വന്നാൽ നമ്മൾ ഈ താർപ്പായ എടുത്ത് ചെറിയ നൂല് വെച്ച് കെട്ടി ഈ ടെൻറ്റിൻ്റെ മേളിൽ കൂടി ഇടാം എന്നാണ് നമ്മുടെ പ്ലാന്. സക്സസ് ആവുകയാണെങ്കിൽ ആവണം, ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത ട്രിപ്പ് മഴ വരുമ്പോഴത്തേക്ക് വേറെ എന്തെങ്കിലും പരിപാടി കാണേണ്ടി വരും. എന്തായാലും ഞാനതൊന്ന് സെറ്റാക്കട്ടെ കേട്ടോ. നമ്മളെ ഗ്ലാസ് കൊണ്ടുവരാൻ മറന്നു പോയിട്ടോ. എന്നും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. ഇന്ന് ഗ്ലാസ് കൊണ്ടുവരാൻ മറന്നു. എന്തെങ്കിലും ഒരു വഴി കാണണം. കാപ്പി കുടിക്കണ്ടേ. ഈ പാത്രം മുറിച്ച് ഗ്ലാസ് ആക്കിയാലോ. ലിച്ചിയുടെ ഒരു ബോട്ടിൽ കിട്ടിയിട്ടാ. ഇത് മുറിച്ച് ഗ്ലാസ് ആക്കാം, അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. ചായ കുടിക്കണ്ടേ. ഇത് മുറിച്ച് നമ്മൾ ഗ്ലാസ് ആക്കി കേട്ടാ. അടിപൊളി ഗ്ലാസ്, നല്ല സെറ്റായിട്ടോ. ഇത് നല്ലോണം ഒന്ന് കഴിയാൻ സെറ്റാവുന്നേ ഉള്ളൂ. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാല്ലേ. ഗ്ലാസ് ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? കാപ്പി കുടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അടിപൊളി. വാ, ലിച്ചി കാപ്പി കേട്ടോ. നമ്മുടെ ഇന്നത്തെ കാപ്പി സ്പെഷ്യലാണ്. എന്തായാലും മഴ മൊത്തം പോയി, ഫുള്ള് നല്ല തെളിഞ്ഞു കേട്ടോ. ഇനി മഴ നോക്കണ്ട, ഇന്നത്തെ ദിവസം മഴ നോക്കണ്ട. നമുക്ക് കാര്യമായിട്ട് വിറകൊന്നും കിട്ടിയില്ല, 1-2 വിറകൊക്കെ കിട്ടിയുള്ളൂ കേട്ടോ. ഇനി വിറക് കിട്ടും, കുറച്ച് അങ്ങോട്ട് പോകണം. ഇപ്പം ഇന്നുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ച് പക്ഷികളും ഞാനും മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ലൊരു കാലാവസ്ഥയാണേ. പക്ഷെ മഴ പെയ്തിരുന്നെങ്കിൽ കുറച്ചൊരു രസമായിരുന്നു. ഞാൻ അതിനകത്ത് ആർപ്പായൊക്കെ കൊണ്ടുവന്നേ. ചിലപ്പോൾ പെയ്യും, പറയാൻ പറ്റില്ല കേട്ടാ.
അപ്പോൾ നമ്മുടെ ടെൻറ്റ് സെറ്റായി, വിറക് സെറ്റായി, എല്ലാ സെറ്റപ്പും ആയിട്ടോ. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി. പിന്നെ എനിക്ക് കുറച്ചുകൂടി സമയമുണ്ടല്ലോ, അപ്പോൾ ഇരുട്ടായിട്ടില്ല. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഇതുണ്ടോ ഞാൻ ഇരിക്കുന്നത് വലിയൊരു കുഴി കേട്ടോ. ദേ വമ്പനൊരു കുഴിയാണ്. ഇതുണ്ടോ പണ്ട് പാറ പൊട്ടിച്ച കുഴിയാണ്. നല്ല ആഴുണ്ട് കേട്ടോ. ഇങ്ങനെ ഇരിക്കണത് നോക്കണ്ട, ഇങ്ങോട്ടൊന്നും ആരും ഇറങ്ങുമൊന്നുമില്ല കേട്ടോ. അത്രയും ആഴാണേ. കുളിക്കാൻ പോലും ആരും വരില്ല. എന്താ വെച്ചാൽ അത്രയും അടിയിലോട്ടുണ്ട്. വലിയ കുഴിയാണ്. ടൂറിസ്റ്റുകളൊക്കെ വരുന്ന കേട്ടോ. അപകടങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. എന്താ വെച്ചാൽ ഈ അറിയാത്ത ആൾക്കാരൊക്കെ വരുമ്പോഴേ അവർ എടുത്ത് ചാടുമൊന്നുമില്ല. സൈഡിലൊക്കെ ഇറങ്ങുമ്പോൾ ഈ പാറ പൊട്ടിച്ച് ഇതേപോലത്തെ കട്ടിങ്സ് ഉണ്ടാവും. നമ്മൾ ചുമ്മാ കാലെടുത്ത് വെക്കുമ്പോൾ ഇതേപോലത്തെ കട്ടിങ് അല്ലേ, എടുത്ത് താഴോട്ട് അങ്ങ് പോകും. അങ്ങനെ കുറേ അപകടങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലമാണ്. നമ്മളെന്തായാലും വെള്ളത്തിലോട്ടൊന്നും ഇറങ്ങുന്നില്ല. നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഇനി നമുക്ക് അടുപ്പൊക്കെ കത്തിച്ച് വിറകൊക്കെ വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കണം. നമ്മൾ മുട്ടയും കൊണ്ടുവന്നിട്ടുണ്ട്, നമ്മൾ നൂഡിൽസും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് സെറ്റാക്കി എടുക്കാമെന്ന്. നമുക്ക് കിടക്കാൻ വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുക. എന്താ വെച്ചാൽ നമ്മൾ മഴ എന്തായാലും മഴയുടെ സെറ്റപ്പ് കഴിഞ്ഞു, മഴയുടെ കോളൊക്കെ പോയി. ഇത് കണ്ടോ, ആ ഭാഗത്ത് കുറച്ചുണ്ട്, ഇവിടെയൊക്കെ നല്ല തെളിഞ്ഞു. കണ്ടോ, ആ ഭാഗമൊക്കെ നല്ല തെളിഞ്ഞു. അപ്പോൾ മഴ പെയ്യില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ ഇനി മഴ പെയ്താലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് താർപ്പായിട്ട് സെറ്റാക്കാം. മഴ പെയ്യണം. മഴയത്ത് ഒന്ന് നമ്മൾ ക്യാമ്പ് ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ മഴയത്തൊരു ക്യാമ്പിങ് നമുക്ക് മഴയത്തൊക്കെ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് വന്നത്. പക്ഷെ മഴയൊന്നുമില്ല. കുഴപ്പമില്ല, നമുക്കെന്തായാലും ആ താർപ്പായ തറയിൽ നിലത്ത് ടെൻറ്റിൻ്റെ ഉള്ളിൽ വിരിച്ചിട്ട് കിടക്കാം. എന്നാൽ കല്ലിൻ്റെ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ചെറിയ ചെറിയ കല്ലുകളൊക്കെ ഞാൻ പെറുക്കി കളഞ്ഞു. എന്നാലും ഒരുപാട് കല്ലുകളുണ്ട്, ചെറിയ ചെറിയ കുഞ്ഞു കല്ലുകളേ. അപ്പോൾ അത് കുത്തും. അപ്പോൾ നമുക്ക് താർപ്പായ വിരിച്ചിട്ട് അങ്ങനെ കിടക്കാം. അപ്പോൾ എന്തായാലും ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് അടുപ്പ് സെറ്റാക്കാം. അങ്ങനെ ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ ഇരുന്ന് ഈ തവളയുടെ കരച്ചിലും കിളിയുടെ കരച്ചിലൊക്കെ കേൾക്കട്ടെ കുറച്ച് നേരം കേട്ടോ. ഓക്കെ. ഇപ്പോൾ അടുപ്പ് സെറ്റാക്കാനൊന്നുമില്ല. ഫുള്ള് കല്ലല്ലേ, 2 കല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചാൽ അടുപ്പായി. അപ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ, അതാ നല്ലത്. ഇവിടെ ആകുമ്പോൾ നമുക്ക് തീ ഉള്ള വിറക് വെച്ചേ നമുക്ക് തീ കായുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇവിടെ തന്നെ സെറ്റാക്കാം കേട്ടോ. അപ്പോൾ അടുപ്പിൻ്റെ സ്ഥലം ഡീല്. ഓക്കെ. അടുപ്പ് സെറ്റാക്കാനൊന്നുമില്ല, സെറ്റായി. അത് മതി. ഈ കല്ലിൽ നമുക്കിവിടെ ഇങ്ങനെ ഇരിക്കുകയും ചെയ്യാം. നമ്മുടെ സാധനങ്ങളിവിടെ എഗ്ഗ് ഇവിടെ വേവിക്കുകയും ചെയ്യാം. നമുക്ക് തീയിട്ട് ഇങ്ങനെ ഇവിടെ ഇരിക്കുകയും ചെയ്യാം. അപ്പോൾ അത് സെറ്റായി. കുറച്ച് കഴിയട്ടെ കേട്ടോ. ഇപ്പം തന്നെ നമ്മളിത് കത്തിച്ച് സെറ്റാക്കണ്ടല്ലോ, സമയമായിട്ടില്ല. ഒന്നുകൂടി ഒന്ന് ഇരുട്ടട്ടെ അല്ലേ, എന്നിട്ട് തീ കത്തിക്കാം. ഭയങ്കര ഉറക്കണ സൗണ്ട് ഇട്ടാൽ ചിലപ്പോൾ അവിടെ നിന്ന് ആരെങ്കിലും റിട്ടേൺ കൂക്കും. അപ്പോൾ അതിന് നല്ലത് നമ്മളും ഉണ്ടായിരിക്കല്ലേ. ഇതേപോലെ നമ്മൾ പണ്ട് ഒരു മലയുടെ മേളിൽ കയറിയിട്ട് നമ്മൾ ആഹ്ലാദം കൊണ്ട് കൂക്കി വിളിച്ച് ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ടാക്കിയല്ലോ. അങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയില്ല, എന്നാലും നമ്മൾ ആ സന്തോഷം കൊണ്ട് കൂവി സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ താഴ്ന്ന ആൾക്കാർ കയറി വന്നില്ലേ. ആൾക്കാർ കയറി വന്നിട്ട് നമ്മളവിടെ ക്യാമ്പ് ചെയ്യാൻ സമ്മതിച്ചില്ലല്ലോ. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, എന്നിട്ട് പോലും എന്നെ സമ്മതിച്ചില്ല. സമ്മതിക്കാത്ത വേറെ ഒന്നുമില്ല, ഒക്കെ കള്ളുടിയന്മാരാണ്. വേറെ പ്രശ്നമൊന്നുമില്ല. വെറുതെ ഇങ്ങനെ മറ്റേ ഞാനാണ് ഇവിടുത്തെ ആള് എന്നുള്ള രീതിയിൽ ഇങ്ങനെ കാണിക്കാനേ, അല്ലാണ്ട് വേറെ കാര്യം ഉണ്ടായിട്ടൊന്നുമില്ല. പക്ഷെ നമ്മള് ഒന്ന് ഇയാളെ ജോലി നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ നമ്മള് അങ്ങനെ മസിൽ പിടിച്ചില്ല. ഒന്നാമത് മസിൽ പിടിക്കാൻ അറിയില്ല. ഞാൻ അങ്ങനെ ആരോടും മസിൽ പിടിക്കുന്ന ഒരാളല്ല. അടി ആ സൈഡിൽ കൂടെ കണ്ടാൽ ഞാൻ ഈ സൈഡിൽ കൂടെ ഓടും, അങ്ങനത്തെ ആളാ ഞാൻ. അതുകൊണ്ട് പിന്നെ നമ്മളൊന്നും മിണ്ടാതെ സൈലന്റ് ആയിട്ട് ഇറങ്ങി വന്നു. അപ്പൊ നമ്മളിനി ഇവിടുന്ന് കൂവിയിട്ടേ ആരെങ്കിലും വന്നിട്ട് എന്താ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് പോകേണ്ടി വരും. അപ്പൊ അതിനും നല്ലത് മിണ്ടാണ്ടിരിക്കുക അല്ലേ. എന്തായാലും കുറച്ചുകൂടി കഴിയട്ടെ, നമുക്ക് തീ കത്തിച്ച് സെറ്റാക്കാം കേട്ടോ. ഞാൻ മൊബൈലിൽ നോക്കിയിരുന്ന സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. നമുക്കെന്തായാലും ലൈറ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം.
എന്തായാലും നമ്മുടെ ലൈറ്റും ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് അടുപ്പ് കത്തിക്കട്ടോ. പെട്ടെന്ന് അങ്ങ് ഇരുട്ടാവും. ഞാനെന്തായാലും ഇത് കുറച്ച് വിറക് വെച്ചിട്ട് കത്തിക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ പിന്നെ പണിയാവും. എന്തായാലും തീ പെട്ടെന്ന് കത്തി പിടിച്ചു കേട്ടോ. ഞാൻ അങ്ങനെ കത്തുന്ന് വിചാരിച്ചില്ല. നമ്മളാ കരിഞ്ഞ ഇല ഇട്ടോണ്ടേ പുക. എന്തായാലും നമ്മൾ അടുപ്പ് സെറ്റാട്ടോ. ഞാൻ പാത്രം ഒന്ന് വെച്ചോട്ടെ, അല്ലെങ്കിൽ കല്ല് മാറ്റേണ്ടി വരും. കല്ലൊന്നുകൂടി അടുപ്പിക്കണം. കുഴപ്പമില്ല. ഇപ്പൊ സെറ്റാട്ടാ. ഇത് സെറ്റായിക്കോളും. അപ്പോൾ ഇതൊന്ന് കഴുകിയിട്ട് നമ്മുടെ മുട്ട വേവിക്കാൻ വെക്കാട്ടോ. വാ, നമ്മുടെ അടുപ്പ് എന്തായാലും നല്ല സെറ്റാട്ടാ. നമ്മുടെ കോഴിമുട്ട എന്തായാലും നമ്മുടെ വെള്ളം പെട്ടെന്ന് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. വാ, തീയും സെറ്റായി, എല്ലാം സെറ്റായി. ഞാൻ ഇത്ര പെട്ടെന്ന് കത്തി പിടിക്കുന്നു വിചാരിച്ചില്ല കേട്ടോ. എന്തായാലും നമ്മുടെ വിറകൊക്കെ വേഗം കത്തിത്തീരാൻ ചാൻസ് ഉണ്ട്. എന്താ വെച്ചാൽ അതുപോലെ കത്തുണ്ട് കേട്ടോ. നല്ല ഉണങ്ങിയ വിറകല്ലേ. പക്ഷെ ഇന്നലെ നല്ല മഴ പെയ്തതാണ്, എന്നിട്ടും നല്ല കത്തനുണ്ട് കേട്ടോ. വിചാരിച്ചതിനേക്കാൾ കത്തുണ്ട്. പിന്നെ ഒന്നാമത് കാറ്റുണ്ടല്ലോ. ഒന്ന് ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അങ്ങ് സമയം പോകും. അതാ പ്രശ്നം. ചിലപ്പോൾ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ. മഴ പെയ്താൽ പിന്നെ താർപ്പായിട്ട് മൂടിയിട്ട്, ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ടെൻറ്റിൻ്റെ മുകളിൽ കൂടെ താർപ്പായിട്ടിട്ട് താർപ്പായുടെ സൈഡിൽ കൂടെയൊക്കെ ഓരോ കല്ല് കെട്ടിയിട്ട് ഇങ്ങനെ ഇടാന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ സക്സസ് ആവുമോ നോക്കാം. എന്തായാലും ക്യാമറയും ബാഗും എല്ലാം നനയാതെ സെറ്റപ്പ് ആക്കിയിട്ട് പിന്നെ വെക്കണം. എന്തായാലും നോക്കട്ടെ. എന്തായാലും നമ്മളെ മുട്ട നല്ല അടിപൊളിയായിട്ട് തിളച്ചിട്ടോ. നല്ല സെറ്റാവുണ്ട്. തീ നല്ല സെറ്റാട്ടാ. എന്തായാലും നമ്മുടെ എഗ്ഗ് നല്ല സെറ്റപ്പ് ആയിട്ടോ. ഒന്ന് ഇറക്കി വെക്കണല്ലോ. അയ്യോ, എന്തുകൊണ്ടപ്പം ഇറക്കി വെക്കുക? ഒരു കവറുണ്ട്, ഈ കവർ പിടിച്ചിട്ട് ഇറക്കി വെക്കാം. അയ്യോ, ഇതൊരുക്കി പിടിച്ചു. ഇനി കല്ലൊന്ന് ചെറുതായിട്ടൊന്ന് അടുപ്പിച്ച് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ചായപാത്രം, ഗ്ലാസ് ഉണ്ടോ? നമ്മുടെ ഗ്ലാസ് എടുക്കാൻ എന്നും ഒന്ന് മറക്കലാണല്ലോ. വാ, സെറ്റായിട്ടാ. നമ്മുടെ ഗ്ലാസ് ആണ് ഇന്നത്തെ ഒരു പ്രശ്നം. നമ്മൾ അടുപ്പ് ചെറുതാക്കിയില്ലേ ചായ വെക്കാൻ വേണ്ടി, അതുകൊണ്ട് കത്തുന്നില്ല, പുകയ. കുഴപ്പമില്ല, കത്തിക്കോളൂ അല്ലേ. നമ്മുടെ ചായ തിളച്ചുട്ടാ. ചായ റെഡിയായി, മുട്ട റെഡിയായി, എല്ലാം റെഡിയായി. അപ്പൊ നമ്മളെ കട്ടൻ കാപ്പി റെഡിയായി, മുട്ട റെഡിയായി. ഇനിയിപ്പോ നൂഡിൽസ് വേണോന്നുള്ളത് ആലോചിക്കണം. നൂഡിൽസ് ഉണ്ട്, ഇനിയിപ്പോ 4 മുട്ടയുണ്ട്. അതും കഴിച്ച് കാപ്പിയും കുടിച്ച് കിടക്കാം അല്ലേ. അത് മതി.
നൂഡിൽസ് ഉണ്ട്, ചെയ്യാനുണ്ട്, പക്ഷെ വേണ്ട, അത് മതി. 4 മുട്ടയും കാപ്പി ഉണ്ടല്ലോ, അത് മതി. ഞാനെന്തായാലും ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് തീയൊക്കെ ഒന്നിട്ട് നമുക്ക് ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കാം. എന്തായാലും ഞാനിതൊക്കെ ഒന്ന് ഒതുക്കട്ടെ കേട്ടോ. എന്തായാലും നമ്മുടെ കാപ്പി കുടിക്കാനുള്ള ഗ്ലാസ് ഇതാണ് കേട്ടോ, അല്ലാണ്ട് വേറെ രക്ഷയില്ല. അടിപൊളി ലിച്ചിക്കാപ്പിയാണ് ഇന്നത്തെ സ്പെഷ്യലേ. അയ്യോ, തൊലിയൊക്കെ അടുപ്പ് തന്നെ ഇടാം അല്ലേ. നല്ല സെറ്റാട്ടോ. നൂഡിൽസ് ഇരിപ്പുണ്ട്, വിശക്കണില്ല. ഇത് പിന്നെ സെറ്റാവും, അല്ലെങ്കിൽ പിന്നെ അത് വെക്കായിരുന്നു. പിന്നെ 4 മുട്ടയുടെ ആവശ്യമുള്ളൂ. നമ്മുടെ ഗ്ലാസ് എന്തായാലും നല്ല സെറ്റായില്ലേ. നമുക്ക് ഗ്ലാസ് ഇല്ലാത്തോട്ട് കാപ്പി കുടിക്കാനൊരു സുഖം കിട്ടില്ല. എന്തായാലും ഫുഡിങ്ങിന്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇനി ഒന്നൊരു തീ വെക്കണം, ഇതൊക്കെ ഒന്ന് കഴുകണം, വൃത്തിയാക്കണം. വിറക് ഇനി കുറച്ചങ്ങാണ്ടേ ഉള്ളൂ, ഇവിടെ വെച്ചിട്ട് നമുക്ക് കിടക്കാട്ടോ. എന്താ വെച്ചാൽ വിറക് വെച്ചില്ലെങ്കിലേ ആ തീയും ചൂട് ഒക്കെ ഇരുന്നോട്ടെ. ഇവിടെ തണുപ്പുണ്ടേ, തീ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ഇടും. എങ്കിലും എന്തായാലും ഞാനിതൊന്ന് കഴുകി വൃത്തിയാക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഫുഡടി കഴിഞ്ഞു. ഫുഡടി എന്ന് പറഞ്ഞാൽ മുട്ടയും കട്ടൻ കാപ്പിയും ഉള്ളായിരുന്നു. പിന്നെ നൂഡിൽസൊക്കെ ഉണ്ടായിരുന്നു, അത് ചെയ്തില്ല എന്നേ ഉള്ളൂ. പിന്നെ അതിൻ്റെ മുട്ടയുടെ ആവശ്യമുള്ളൂ, 4 ഉണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ അങ്ങ് സെറ്റാക്കി. ഇത് നമ്മുടെ തീ കുറച്ച് കിടപ്പുണ്ട്. തീ കുറച്ചല്ല, അത് കത്തിക്കോളെന്ന് വിചാരിക്കാം അല്ലേ. എന്തായാലും തീ സെറ്റാവട്ടെ. നമുക്കപ്പോൾ ലൈറ്റുകളൊക്കെ ഞാൻ താർപ്പായ വിരിച്ചു കേട്ടോ. അടിയിൽ നീല താർപ്പായ ഉണ്ടായിരുന്നു, അത് വിരിച്ചു. എന്തായാലും കുഴപ്പമുണ്ടാവില്ല അങ്ങനെ വിചാരിക്കുന്നു. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാം. പിന്നെ അപ്പോൾ വെള്ളത്തിൻ്റെ പാത്രം ഇവിടെ തന്നെ വെച്ചിരിക്കണം, അത് കുഴപ്പമില്ല. ബാക്കിയുള്ള ലൈറ്റും ഈ ലൈറ്റും ഒക്കെ എടുത്ത് അകത്ത് വെക്കാം. ഇനിയിപ്പോൾ അഥവാ മഴ പെയ്താൽ ഒന്നും ആവണ്ട. മഴ പെയ്താൽ നമ്മൾ പെട്ടെന്നൊരു പ്രശ്നമാവും. മഴ പെയ്താൽ നമ്മൾ പെട്ടെന്ന് കിടന്ന താർപ്പായ എടുത്തിട്ട് മുകളിലോട്ട് മൂടി കല്ലൊക്കെ ഇട്ട് കെട്ടേണ്ടി വരും. ഞാനെന്തായാലും കയറൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി രാത്രി എഴുന്നേറ്റ് കയറ് തപ്പാൻ നിൽക്കണ്ടല്ലോ. അപ്പം മഴ പെയ്യില്ല എന്നാണ് തോന്നണം. എന്താ വെച്ചാൽ നിലാവായി, മുകളിലതാ ഒരു ചന്ദ്രനൊക്കെ വന്ന് സെറ്റായിട്ടുണ്ട് കണ്ടാ. അപ്പോൾ എന്തായാലും ഇന്നത്തെ മഴ അങ്ങനെ വേറെ ഏതോ നാട്ടിലോട്ട് അങ്ങ് പോയി. അപ്പോൾ എന്തായാലും കയറി കിടക്കാനുള്ള സെറ്റപ്പ് നോക്കട്ടെ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ സാധനങ്ങളൊക്കെ ഒതുക്കി ഇത് നമ്മൾ കിടക്കാനുള്ളൊരു സെറ്റപ്പ് ആക്കിയിട്ടാണ്. അത് നമ്മുടെ തീ കത്തുന്നുണ്ട്, അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ഇടും. അതിൻ്റെ ചൂടൊന്നും ഇങ്ങോട്ട് കിട്ടുന്നില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അപ്പോൾ നമ്മൾ ഈ താർപ്പായി വിരിച്ചിട്ടുണ്ട്. എന്നാലും വലിയ കല്ല് അങ്ങനെ കുത്തണമൊന്നുമില്ല കേട്ടോ. നമ്മൾ വലിയ കല്ലുകളൊക്കെ എടുത്ത് മാറ്റിയിരുന്നു, എങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്കെന്തായാലും ടെൻറ്റ് ഇത് കുറച്ച് ഇങ്ങനെ ക്ലോസ് ചെയ്തിടാം. ഇത്രയും തുറന്നിടാം. ഇത് ഫുള്ളായിട്ട് ഇതിങ്ങനെ ക്ലോസ് ചെയ്യാം. അപ്പോൾ എന്താ വെച്ചാൽ ചെറിയൊരു കാറ്റ് ഇതിലങ്ങനെ വന്ന് ഇതിലെങ്ങനെ പുറത്തോട്ട് പോയിക്കോളും.
ചെറിയൊരു ചൂടുണ്ട് കേട്ടോ, അതിനകത്തായതുകൊണ്ടായിരിക്കാം. പിന്നെ നമ്മൾ ഇത്രയും നേരം ചൂടത്തുമല്ലായിരുന്നോ. ഞാനപ്പോൾ എന്തായാലും ഈ വലിയ ലൈറ്റ് ഒക്കെ ഒന്ന് ഓഫാക്കി നമുക്കൊന്ന് കിടക്കാനുള്ള സെറ്റപ്പ് ആക്കട്ടെ കേട്ടോ. സമയം എന്തായാലും ഒന്ന് നോക്കട്ടെ. 9:15 കുഴപ്പമില്ല. എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് കിടന്നുറങ്ങാം, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഓക്കെ, ഗുഡ് നൈറ്റ്. രാവിലെ കാണാം കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്. നല്ല വെളുത്തുട്ടോ, അടിപൊളി. അയ്യോ, എന്തായാലും നമ്മൾ വിചാരിച്ചത്ര തണുപ്പൊന്നുമില്ല കേട്ടോ. എന്തായാലും നമുക്ക് രാവിലെ തന്നെ കുറച്ച് കട്ടൻ കാപ്പി ഇത് കുടിക്കാട്ടോ, എന്നാലും ഇപ്പം പരിപാടി നടക്കുള്ളൂ. ഞാൻ വിചാരിച്ചു രാവിലെ ഇവിടെയൊക്കെ നല്ല കോടമഞ്ഞായിരിക്കും, ശകലം പോലും മഞ്ഞില്ല കേട്ടോ. ഇതിനാ മഴയുടെ ഒരു കോളുണ്ടായത് കൊണ്ടായിരിക്കാം. രാവിലെ നമ്മൾ മഞ്ഞുണ്ടാവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാഴ്ചകൾ ഉണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷേ ഒന്നുമില്ല, നല്ല തെളിഞ്ഞ കാലാവസ്ഥ. സാധാരണ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മഞ്ഞ് കാണാറുണ്ട്, അതാ ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ നമ്മൾ ഏറ്റവും താഴെ ആയതുകൊണ്ടായിരിക്കും കേട്ടോ, താഴെ ആയതുകൊണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. ഇനി മേളിൽ നിന്ന് നോക്കുമ്പോഴായിരിക്കും മഞ്ഞ് കാണുന്നത്. ഇത് നമ്മുടെ ഗ്ലാസ് കണ്ട, ചായ ഗ്ലാസ്. നമ്മുടെ ചായ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്, തിളച്ചിട്ടില്ല, അപ്പോൾ തിളയ്ക്കും. അപ്പോൾ എല്ലാം ചായ എല്ലാം കുടിച്ച് നമ്മൾ സെറ്റാക്കിയിട്ട് പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, എല്ലാം പാക്ക് ചെയ്ത് പോവുക തന്നെ. ഇത് ചായ തിളച്ചിട്ടോ. ഇത്രയും ചൂടുള്ള ചായ നമ്മുടെ ഗ്ലാസ്സിൽ ഒഴിക്കാൻ പറ്റുമെന്നോ? ഇത്രയും ചൂടുള്ള ചായ ഒഴിച്ചാൽ പണിയാവൂ? അയ്യോ, അടിപൊളി അടിപൊളി ചായ. അയ്യോ, ചൂട് നല്ല ചൂടാട്ടോ. ഹായ്, ലിച്ചി കാപ്പി. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഭയങ്കര ചൂട്. ഓ, പിടിക്കാൻ പറ്റില്ല. എന്തായാലും ഇതിൽ തന്നെ ഒഴിച്ചു നോക്കാം. അയ്യോ, ഭയങ്കര ചൂടാട്ടെ. അപ്പോൾ ഞാനെന്തായാലും ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് പോകാനുള്ള പരിപാടി നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ടെൻ്റൊക്കെ മുടക്കണം, പോകണം, അങ്ങനെയുള്ള പരിപാടികൾ. ചായ ഒന്ന് ചൂടാറണം. പിന്നെ നമ്മൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്ത് ഫോൾട്ട് ഉണ്ടെങ്കിലും, ഫോൾട്ടുകൾ ഒരുപാടുണ്ടാവും, നമ്മൾ തുടക്കക്കാരനാണല്ലോ. അപ്പോൾ എന്ത് ഫോൾട്ട് ഉണ്ടെങ്കിലും നമ്മളോട് പറയുക കേട്ടോ. അപ്പോൾ അത് നമുക്ക് തിരുത്താനും അത് മാറ്റാനും ഒക്കെ നമുക്കൊരു അവസരമാണല്ലോ. പിന്നെ അത്രയൊക്കെ ഉള്ളൂ നമ്മളെ വീഡിയോ. ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോ ചെയ്യുന്നവരെ എല്ലാവർക്കും ബൈ. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ സെറ്റായി, നമ്മൾ വിടാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ.